പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരുമിച്ച് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പമായിരിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് പ്രിയ സാബു സേവിയർ ബ്രദറാണ്. പ്രിയ കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടി വിയുടെ പ്രെയർ ലൈനിൽ മുൻനിരയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥനയ്ക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന അനുഗ്രഹീതനായ ഒരു സഹശുശ്രൂഷകനാണ് പ്രിയ സാബു ബ്രദർ. തൻ്റെ ജീവിതാനുഭവങ്ങൾ അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും ഏവർക്കും അതൊരു പ്രചോദനമായി തീരും. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പ്രിയ സാബു ബ്രദറിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ് ബ്രദറെ. സാബു ബ്രദറിനെ അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ ബ്രദർ? ഇപ്പോൾ എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ പേര് സാബു, ഫുൾ നെയിം സാബു സേവിയർ. കോട്ടയം ജില്ലയിൽ പാലായിൽ മേവട എന്ന് പറയുന്ന സ്ഥലമാണ് എൻ്റെ സ്വദേശം. വീട്ടിൽ ഭാര്യയും 2 കുട്ടികളും ഉണ്ട്. ഭാര്യയുടെ പേര് ജൂബി, മോള് ദർശന. CA ഫൈനലിൽ ഒരു ഗ്രൂപ്പ് കൂടെ കിട്ടാനുണ്ട്. ട്രെയിനിങ്ങോട് പോകുന്നതിൽ ബാംഗ്ലൂരായിരിക്കുന്നു, ഡയറ്റിൽ. മോന് ജസ്വിൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ് സെന്റ് ജോസഫ് കോളേജിൽ 4th ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ജോലിയുള്ള ബന്ധത്തിൽ ഖത്തറിലായിരിക്കുന്നു. ഖത്തറിൽ നിന്നാണ് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. ആമേൻ. പ്രിയ സാബുവിനെ കുടുംബാംഗങ്ങളെ പരിചയപ്പെടുവാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമ ടി വിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി തുടർമാനമായി സംസാരിക്കുന്നതിനായിട്ട് സമയം വേർതിരിച്ചു കൊള്ളുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സർവശക്തനായ കൃപാലുവായ ദൈവം അരോമ ടി വിയിലൂടെ എൻ്റെ എളിയൻ്റെ സാക്ഷ്യവും ദൈവം നടത്തിയ വഴികളും നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ദൈവം എനിക്കൊരുക്കിയ ഈ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിനവസരം ഒരുക്കി തന്ന അരോമ ടി വിയുടെ ഡയറക്ടറായിരിക്കുന്ന ഡാനിയൽ ജോൺ പാസ്റ്റർക്കും ഈ അരോമ ടി വിയിലൂടെ എന്നെ ശ്രവിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. എൻ്റെ പേര് സാബു എന്നാണ്. കോട്ടയം ജില്ലയിൽ പാലായ്ക്കടുത്ത് മേവട എന്ന് പറഞ്ഞ സ്ഥലമാണ് എൻ്റെ സ്വദേശം. ഒരു പാരമ്പര്യ കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച് വളരുവാൻ ദൈവം സഹായിച്ചു. എൻ്റെ മാതാപിതാക്കള്, സഹോദരന്, സഹോദരി, ഒരു സഹോദരി ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. ആണ് എൻ്റെ കുടുംബ പശ്ചാത്തലം. ചെറുപ്പകാലം തൊട്ട് തന്നെ മാതാപിതാക്കള് കത്തോലിക്ക ഉപദേശത്തിലും കൂദാശകളിലും പള്ളിയിൽ പോകുന്നതിലും കത്തോലിക്ക വേദപഠന ക്ലാസ്സുകളിലും ഒക്കെ ശരിക്കും ഒരു കത്തോലിക്ക വിശ്വാസിയായിട്ട് തന്നെ പൂർണ്ണമായും കത്തോലിക്ക വിശ്വാസത്തോട് ചേർന്ന് ജീവിക്കുവാൻ ദൈവം സഹായിച്ചു. സ്കൂൾ പഠനവും കോളേജ് വിദ്യാഭ്യാസവും ഒക്കെ കഴിഞ്ഞ് ഞാൻ ITI വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലിയുടെ ബന്ധത്തിൽ പല സ്ഥലങ്ങളിൽ പല ജോലികൾ ചെയ്തിട്ടുണ്ട്. വർക്ക്ഷോപ്പിൽ വെൽഡറായിട്ടൊക്കെ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ശരിക്കും വിശ്വാസത്തിൽ തന്നെ അടിയുറച്ച് ജീവിച്ചിരുന്നു. എങ്കിലും ചെറുപ്പത്തിൻ്റെതായ ചില ബലഹീനതകളും ബാലിശമായ പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും സമൂഹത്തിൽ എങ്ങനെ ഭയങ്കരമായൊരു പ്രശ്നക്കാരനോ ഒന്നും അല്ലായിരുന്നു. ബസ്സിലെ കണ്ടക്ടറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പെന്തക്കോസ് വിശ്വാസം എന്ന് പറയുമ്പോൾ പാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോമൻ കത്തോലിക്ക സഭയുടെ റോം എന്ന് പറയാവുന്ന പ്രദേശമാണ്. കാരണം ഞങ്ങളുടെ പഞ്ചായത്തിൽ പെന്തക്കോസ് ചർച്ചുകളോ ഇപ്പം മാത്രം അല്പം എന്നെ പോലെ അവിടെ ഇവിടെ ഒറ്റയ്ക്കൊക്കെ വിശ്വാസത്തിൽ വന്നിരിക്കുന്ന ചിലരുണ്ട് എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പെന്തക്കോസ് വിശ്വാസികൾ ഞങ്ങളുടെ ഭാഗത്തില്ല. ഞാൻ ജനിച്ചു വളർന്ന സമയങ്ങളിൽ പെന്തക്കോസ് വിശ്വാസികളെ ഞങ്ങളുടെ പ്രദേശങ്ങളിൽ കണ്ടിട്ടേ ഇല്ല. കൊടുങ്ങൂര് മണിമേല കറുകച്ച ആ ഭാഗത്തൊക്കെ ആവശ്യമായി ഞായറാഴ്ചകളിൽ പക്ഷേ പോകുമ്പോൾ മാത്രമേ ഞാനിങ്ങനെ വെള്ള ഉടുപ്പൊക്കെ ഇട്ട് പ്രാർത്ഥനയ്ക്ക് ബൈബിളും ഒക്കെ പിടിച്ചു പോകുന്നവരെ കണ്ടുള്ളൂ. ഞങ്ങളുടെ പ്രദേശത്ത് അങ്ങനെ കാണാനുള്ളൊരു സാഹചര്യം ഇല്ലായിരുന്നു. അങ്ങനെ കാലക്രമേണ ഞാൻ പല ജോലികൾ യാദൃച്ഛികമായി ഞാൻ പ്രൊഫഷണൽ നാടകരംഗത്ത് അഭിനയിക്കുവാൻ പോകുവാനിടയായി. കേരളത്തിലെ പ്രഗത്ഭ ട്രൂപ്പുകളിൽ അഭിനയിക്കാനുള്ള അവസരം ലഭിച്ചു. കോട്ടയം NN പിള്ളയുടെ വിശ്വകേരള കലാസമിതി വിജയരാഘവൻ എന്ന് പറഞ്ഞ സിനിമാ നടൻ ഡയറക്റ്റ് ചെയ്യുന്ന സമിതിയിൽ 2 വർഷക്കാലം അവസാനം ഞാൻ അവിടെയാണ് അഭിനയിച്ചിരുന്നത്. ആ സമയങ്ങളിൽ ഇങ്ങനെ കേരളത്തിൽ ഉടനീളം അങ്ങോട്ടും ഇങ്ങോട്ടും കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള പല സ്ഥലങ്ങളിൽ സഞ്ചരിക്കുകയും മിക്കവാറും ഒക്കെ ക്ഷേത്രങ്ങളിലൊക്കെ പ്രോഗ്രാമിന് പോകുമ്പം ഹൈന്ദവ ആചാരപ്രകാരം തന്നെ ക്ഷേത്ര ദർശനങ്ങൾ കടന്നു പോവുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അന്നേരത്തെ എൻ്റെ ചിന്താഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഒന്നേ ഉള്ളൂ, അതിനെ പല പേരുകളിൽ മനുഷ്യൻ ആശ്രയിക്കുന്നു എന്നായിരുന്നു എൻ്റെ ചിന്താഗതി.
അപ്പൊ അതനുസരിച്ച് ഞാൻ ഗുരുവായൂര്, ചോറ്റാനിക്കര ഇവിടെയൊക്കെ ദർശനങ്ങൾക്കൊക്കെ പോയിട്ടുണ്ട്. അത് ശരിക്കും അവരുടെ വിശ്വാസത്തോട് അവരോട് പൂർണ്ണമായും മാന്യത പുലർത്തി അതിന്റെ ആചാരമനുസരിച്ച് കുളിച്ച് ഈർണണിഞ്ഞ് അത് തന്നെ, അല്ലാണ്ട് ഒരു നിഷേധാത്മക നടപടിയോടുകൂടിയല്ല, ഒരിക്കലും അതിനോട് പൂർണ്ണമായും ചേർന്നുകൊണ്ടുകൂടി തന്നെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയൊക്കെ പോകാനൊക്കെ ഇടയായിട്ടുണ്ട്. അങ്ങനെ 2000 എൻ്റെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ് കുടുംബജീവിതം ആരംഭിച്ചതിന് ശേഷം 2001 ജൂലൈയിൽ ഞാൻ ശരിക്കും 2000 മുമ്പ് ഗൾഫിൽ പോകണമെന്നൊക്കെ പല പ്രാവശ്യം ആഗ്രഹിച്ചെങ്കിലും പാസ്പോർട്ട് റൂമിൽ മാറ്റിയിട്ട് ഗൾഫിന്റെ പ്രോഗ്രാം വേണ്ടെന്ന് വെച്ച് നാട്ടിൽ ജീവിക്കുന്ന സമയമാണ്. അങ്ങനെ ആവശ്യമായി 2001 ജൂലൈ മാസത്തിൽ ഗൾഫിലുള്ള എൻ്റെ കസിൻ ബേബിച്ചാൻ മുഖാന്തരം എനിക്ക് ഗൾഫിലേക്ക് ഒരു ജോലിക്ക് പോകാനുള്ള ഒരു സാഹചര്യം ദൈവം ഒരുക്കി തന്നു. അങ്ങനെ ജോലിക്ക് പോകുമ്പം ചെറിയൊരു കമ്പനിയിലാണ് ജോലിക്ക് കയറിയത്. അപ്പൊ ആ കമ്പനിയുടെ മാനേജർ മരുമകൻ ബ്ലസൻ എന്നാണ് ആ സഹോദരന്റെ പേര്. ആ സഹോദരനും എൻ്റെ കൂട്ടത്തിൽ ഒന്നിച്ച് ഞങ്ങൾ ഗൾഫിലേക്ക് വരുന്നു. അപ്പൊ ആ സമയത്ത് കിടങ്ങന്നൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പം ബ്ലസന്റെ പിതാവാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും എയർ ടിക്കറ്റ് റെഡിയാക്കി തന്നത്. തിരുവനന്തപുരത്ത് നിന്നാണ് പോരേണ്ടത്. അങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് പോരേണ്ടതിന് വേണ്ടി വൈകുന്നേരം ബ്ലസന്റെ ഭവനത്തിൽ ഞാൻ എത്തിച്ചേർന്നു. അന്ന് ആ ബ്ലസന്റെ ഭവനം ശരിക്കും ഒരു പെന്തക്കോസ് വിശ്വാസിയുടെ വീടായിരുന്നു. അപ്പൊ അന്ന് വൈകിട്ട് ബ്ലസനെ യാത്രയാക്കുന്നതിന് വേണ്ടി അവരുടെ ചർച്ചിന്റെ പാസ്റ്റർ മാത്തുക്കുട്ടി, ഞാൻ ഇന്നും ആ ദേവദാസന്റെ പേര് ഓർത്തിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞാൻ പൂർണ്ണമായും ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എല്ലാ വിശ്വാസത്തോടും ഒരു താല്പര്യമുള്ളതിന് പേരിൽ പൂർണ്ണമായും അതിനോട് സഹകരിച്ച് നിന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ദേവദാസൻ ഇങ്ങനെ പരിചയപ്പെട്ടു. അപ്പൊ എന്നോട് ചോദിച്ചു, ബൈബിൾ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ നമ്മളങ്ങനെ ബൈബിൾ കൊണ്ട് നടക്കുന്ന ഒരു ഒന്നും ഇല്ലാത്ത കാരണം ബൈബിൾ ഇടയ്ക്ക് വായിക്കാറൊക്കെ ഉണ്ട് എന്നുള്ളത് കഴിഞ്ഞ് അങ്ങനെ പൂർണ്ണമായിട്ടൊരു ബൈബിളുമായിട്ട് അങ്ങനെ ബന്ധം നമുക്കില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ ദേവദാസന് ഭയങ്കര വിഷമമായി പോയി. ഞാൻ ഒരു ബൈബിളേ കൊണ്ടുവന്നുള്ളൂ പ്രശ്നം കൊടുത്തു വിടാനായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, സാറല്ല, ഞങ്ങൾ ഒരു കമ്പനിയിലോട്ടാണ് പോകുന്നത്, ഞങ്ങൾ ഒന്നിച്ച് എവിടെ ഇരുന്ന് വായിച്ചോളാം എന്ന് പറഞ്ഞു. ഇല്ല എന്ന് പറഞ്ഞാൽ രാത്രി 11 മണിയായ സമയത്ത് ആ ദേവദാസൻ ബൈക്കിൽ വാസനയിൽ പോയി ഒരു ബൈബിൾ എടുത്തോണ്ടെന്ന് എനിക്കൊരു ബൈബിള് തന്നു. സ്തോത്രം. അപ്പൊ അങ്ങനെ ആ ബൈബിളുമായിട്ട് ഞങ്ങള് തിരുവനന്തപുരത്ത് നിന്ന് ഖത്തറിൽ വന്നു. ചെറിയ ജോലിയുള്ള ബന്ധത്തില് ഖത്തറിലായിരുന്നു. അങ്ങനെ ഞാൻ ഖത്തറിൽ വന്നു കഴിഞ്ഞും എല്ലാ വെള്ളിയാഴ്ചയും, ഇവിടെ ഞായറാഴ്ച എല്ലാ വെള്ളിയാഴ്ചയാണ് ആരാധന. അപ്പം കത്തോലിക്ക സഭയിൽ കുർബാനയ്ക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ പോകുമായിരുന്നു. അങ്ങനെ കടന്നുപോയി. പിന്നെ എല്ലാ വെള്ളിയാഴ്ചയും പോകും. പൂർണ്ണമായും കത്തോലിക്ക സഭ അനുശാസിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്ത് സഭയോട് പൂർണ്ണമായും നീതി പുലർത്തി അങ്ങനെ പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ വന്ന ആ വർഷം തന്നെ 2001 തന്നെ ഞങ്ങളുടെ ക്യാമ്പിലൊരു പെന്തക്കോസ് വിശ്വാസി ഒരു സഹോദരനുണ്ട്. പക്ഷെ ഒരിക്കലും അങ്ങനെ ഈ വിശ്വാസത്തെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല. പുള്ളി ആരാധനയ്ക്ക് പോകുന്ന കാര്യം അറിയാം എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി മറ്റു കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ കമ്പനിയിൽ 2007 ഈ മാനേജറുടെ ഒരു സ്വന്തം ആള് പത്തനംതിട്ട മൈലപ്പുറയുള്ള ജോജു എന്ന് പറഞ്ഞൊരു സഹോദരൻ ജോലിക്ക് വരികയായി. അപ്പം മാനേജറുമൊക്കെ വേണ്ടത്ര ബന്ധമുള്ളതിനെ പറ്റി ഞങ്ങൾക്ക് 2 ക്യാമ്പുണ്ട്. ഞാൻ താമസിക്കുന്ന ക്യാമ്പിൽ ഒരിക്കലും പുള്ളി വന്ന് താമസിക്കേണ്ട ആവശ്യമില്ല. പുള്ളിക്ക് വൈകിട്ട് മാനേജറോട്ട് വീട്ടിൽ പോകാം, മെയിൻ ഓഫീസിനോട് ചേർന്നുള്ള സ്ഥലത്ത് താമസിക്കാം. അവിടെയാണ് ചൂട് അക്കോമഡേഷൻ നല്ലത്. എന്തോ ഞങ്ങളുടെ ക്യാമ്പിൽ വന്ന് താമസിച്ചു. അപ്പൊ ഞങ്ങളുടെ ക്യാമ്പിൽ വന്ന് താമസിച്ചു കഴിഞ്ഞപ്പം പുള്ളിക്ക് പവർ വിഷൻ കിട്ടണം. പവർ വിഷൻ കിട്ടാൻ വേണ്ടി ഇങ്ങനെ അന്വേഷിച്ചു. അപ്പം അതിന് ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെ കത്തോലിക്ക സഭയുടെ ധ്യാനം നടക്കുന്ന സമയത്ത് ഞാൻ എല്ലാ വർഷവും ധ്യാനം കൂടും. അപ്പൊ ധ്യാനം കൂടുന്ന സമയത്ത് ധ്യാനത്തിന് പ്രസംഗിക്കാൻ വന്നൊരു കപ്പൂച്ചിനച്ഛൻ, പലരും പലയിടത്തും പ്രാർത്ഥനയ്ക്കൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ പോകുന്നത് ശരിയല്ല. കാരണം കത്തോലിക്ക വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കണം. അവിടെ ഇവിടെ മറ്റുള്ളവരുടെ പ്രലോഭനങ്ങൾക്ക് അനുസരിപ്പെട്ട് എന്ന് പറഞ്ഞാൽ പോകുന്നത് പെന്തക്കോസ് പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം. അങ്ങനെ പോകുന്ന തെറ്റാണ്. അങ്ങനെ പോകുന്നവർ കൃത്യമായും പറഞ്ഞ് കുമ്പസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചിരുന്നു. പക്ഷെ എനിക്കത് അത്ര ഒരു മനസ്സിനത്ര ഇഷ്ടപ്പെട്ടില്ല. എന്ന് വെച്ചാൽ എന്താ അങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്ക് പോയെന്നും പറഞ്ഞ് എന്താ പ്രശ്നം എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായി. ജോജു എന്ന് പറഞ്ഞ സഹോദരൻ വന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പം ജോജു ഞങ്ങളുടെ അടുത്ത് ക്യാമ്പിൽ തന്നെ താമസിക്കുകയും പുള്ളിക്ക് പവർ വിഷന്റെ പാസ്വേഡ് എങ്ങനെ ലഭിക്കും എന്നോട് ചോദിച്ചു. അപ്പൊ അന്ന് ഞങ്ങൾക്ക് ഡിഷും ഒക്കെ അവരുടെ റൂമിലുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ കസിന്റെ വീട്ടിൽ പോയി ഈ പവർ വിഷന്റെ പാസ്വേഡും പ്രൊവേഷൻ എങ്ങനെ നമുക്ക് സെർച്ച് ചെയ്യാം, എങ്ങനെ കണ്ടുപിടിക്കാം എന്നൊക്കെ മനസ്സിലാക്കി വന്ന് പവർ വിഷൻ ചാലുവാക്കി.
അപ്പം പവർ വിഷനിനകത്ത് പുള്ളിയുടെ ചർച്ചിന്റെ പ്രോഗ്രാമുകൾ കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുമ്പോൾ ഞാനും കൂടെ ഇരിക്കും. അപ്പം ദൈവദാസന്മാരുടെ പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പം ഞാൻ അന്നേരം എൻ്റെ മനസ്സിൽ ഓർത്തു, അച്ഛൻ പറഞ്ഞ കാര്യം ഈ ദൈവദാസന്മാരൊന്നും ദോഷവും പറയുന്നില്ല. കാരണം അവർ വചനം പറയുന്നു, പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു എന്നുള്ളതൊക്കെ കഴിഞ്ഞ് മറ്റുള്ളവരെ കുറ്റം പറയുകയോ മറ്റുള്ളവർക്ക് മോശമായിട്ട് സംസാരിക്കുകയോ അപ്പൊ അവരുടെ പ്രാർത്ഥനയ്ക്ക് പോകുന്നത് ഇതിന് മാത്രം ഒരു തെറ്റായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കൊട്ടാരക്കരയുള്ള ഒരു 13-14 വയസ്സ് കാണും. ആ ഒരു പിന്നെ മോന്, ഒരു പാസ്റ്ററുടെ മോനാണ്, ഒരു സൺഡേ ശുശ്രൂഷകനാണ്. ആ മോന്റെ പ്രസംഗം ഈ ദോഹ കോളേജിൽ വെച്ച് നടക്കുന്നു. അപ്പൊ അതിന് പോകുന്നതിന് വേണ്ടി ജോജു പോകുന്നുണ്ട്. എന്നെയും എൻ്റെ കൂടെ ഒരു മുസ്ലിം സുഹൃത്തിനെയും ക്ഷണിച്ചു. അപ്പൊ ഞങ്ങൾ 3 പേരും കൂടെ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. അപ്പൊ ജോജു ഇവിടെ ദോഹയെ വന്നിട്ട് ഒരു കൂട്ടായ്മയ്ക്ക് പോകുന്നുണ്ട്. ആ കൂട്ടായ്മയില് കൂട്ടായ്മ ഞങ്ങളുടെ ഇപ്പോഴത്തെ ലിവിങ് വാട്ടർ ചർച്ച് ഓഫ് ഗോഡിന്റെ സീനിയർ ശുശ്രൂഷനായിരിക്കുന്ന ജോസ് ഫാസ്റ്ററുടെ ഭവനത്തിൽ വെച്ചാണ് അന്ന് നടക്കുന്നത്. അന്ന് ജോസ് പാസ്റ്റർ അല്ല കേട്ടോ, ജോസ് ബ്രദറാണ്. അത് കഴിഞ്ഞാണ് ഓർഡിനേഷനൊക്കെ എടുത്ത് സഭാ ശുശ്രൂഷകന്റെ ഉത്തരവാദിത്തത്തിലേക്ക് പാസ്റ്റർ എത്തിയത്. ഇപ്പം സഭയുടെ ശുശ്രൂഷകൻ ജോസ് ബേബി പാസ്റ്ററാണ്. അപ്പൊ ഈ ജോസ് ബ്രദർ ആണ് കൊണ്ടുപോകാൻ വരുന്നത്. അപ്പൊ ഞങ്ങൾ റെഡിയായി വൈകുന്നേരം ഒരു 7:30 കഴിഞ്ഞപ്പം റെഡിയായി ഇറങ്ങി നിൽക്കുവാണ്. ഈ ഇൻഡസ്ട്രിയ ഈ ഗല്ലി സ്റ്റേറ്റ് ബൈ ആയിട്ടാണ് ഓരോ റോഡുകൾ. അപ്പൊ ഞങ്ങളുടെ ഇവിടെ പുള്ളി വന്നിട്ടില്ലാത്ത കാരണം അപ്പൊ 2007 കാലഘട്ടത്തിൽ ഈ ഗൂഗിൾ മാപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം കൃത്യ സ്ഥലം അറിയത്തില്ലാത്ത കാരണം ഞങ്ങൾ സ്റ്റേറ്റ് നമ്പർ 17-ലാണ് താമസിക്കുന്നത്. ആ 17-ന്റെ ലാസ്റ്റ് എൻഡിൽ നിന്ന് പുള്ളി ഓരോ ഗേറ്റ് നമ്പറും ചോദിച്ച് ഫോൺ ലൈവ് വെച്ചോണ്ട് ഒരു 15-20 മിനിറ്റ് കൊണ്ട് ഞങ്ങളുടെ അടുത്ത് വന്നു. അങ്ങനെ വന്ന് ഞങ്ങളെ പിക്ക് ചെയ്തുകൊണ്ട് പോയി. വണ്ടി ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഒരു പരിചയവും ഇല്ലാത്ത ഈ മനുഷ്യൻ എന്തിന്റെ സുഖടാ ഇത്ര പാടുപെട്ട് ഈ ഫോൺ ഇങ്ങനെ ലൈവ് വെച്ച് വിളിച്ച് വന്ന് ഞങ്ങളെ പിക്ക് ചെയ്ത് കൊണ്ടുപോകേണ്ട ആവശ്യം എന്താണ് എന്ന് ഞാൻ ശരിക്കും പറഞ്ഞ മനസ്സിൽ ചിന്തിച്ചു. അങ്ങനെ മീറ്റിങ്ങിന് പോയി തിരിച്ചു കൊണ്ടുവന്ന് വിട്ടു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ അതിനിടയ്ക്ക് ഞാൻ പറയാം കേട്ടോ, അത് കഴിഞ്ഞപ്പോഴാണ് ഈ എന്തുകൊണ്ടാണ് ആ ദൈവദാസൻ അങ്ങനെ നടക്കുന്നത് എന്നതിന്റെ വില ഞാൻ മനസ്സിലാക്കിയത്. കാരണം ഇപ്പോഴാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ദോഹയിൽ ഖത്തറിൽ എവിടെയെങ്കിലും ഒരാൾക്ക് ആരാധനയ്ക്ക് വരണമെന്നൊരു ആഗ്രഹം പറഞ്ഞാൽ ആ ക്ഷണം എവിടെയാണെങ്കിലും 100 കിലോമീറ്റർ പോലും വണ്ടി ഓടിച്ചു പോയി ആ ആളെ പിക്ക് ചെയ്യും. ഇപ്പോഴും ആ ദൈവദാസൻ അന്നും ഇന്നും. കാരണം അതിന്റെ ആ സമർപ്പണം ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ഇടയ്ക്ക് ഒരു പറഞ്ഞെന്നു ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ യാദൃശ്യമായി വിട്ടുപോയാലോ എന്നോർത്ത് പറഞ്ഞാൽ. അപ്പൊ അങ്ങനെ പോയി തിരിച്ചു കൊണ്ടുവന്ന് വിട്ടു. അത് കഴിഞ്ഞ് ജോജു കമ്പനി മാറി വേറൊരു കമ്പനിയിലേക്ക് മാറി. അപ്പൊ ജോജു ഈ മീറ്റിങ്ങിന് പോകുന്നു. അപ്പൊ എനിക്ക് ജോജുവിനെ കാണാനുള്ള ഒരു വഴി എന്ന് പറയുന്നത്, പ്രാർത്ഥനയ്ക്ക് പോകണമെന്ന് പറയാമെങ്കിൽ ഇവരുടെ ഭവനത്തിലെ പ്രാർത്ഥനയ്ക്ക് പോകാൻ പറ്റും. അപ്പൊ അവിടെ ചെല്ലുവാണെങ്കിൽ എനിക്ക് ജോജുവായിട്ട് കാണുക, സംസാരിക്കുകയും ചെയ്യാം. അങ്ങനെ ഞാൻ ജോസ് ഫാസ്റ്ററെ വിളിച്ച് പറഞ്ഞു, എനിക്കൊന്ന് പ്രാർത്ഥനയ്ക്ക് പോകണമെന്ന് പറഞ്ഞു. അതിനെന്നാ രാവിലെ റെഡി ആയിക്കോളാൻ പറഞ്ഞു. പുള്ളി വണ്ടി കൊണ്ട് വന്നു. ഞാൻ വണ്ടിയിൽ പുള്ളിയുടെ വീട്ടിൽ പോയി. അപ്പൊ പുള്ളിയുടെ വീട്ടിലൊരു 10-20 മാക്സിമം 25 പേര് പോകുന്ന ചെറിയൊരു കൂട്ടായ്മയാണ്. അപ്പൊ അവിടെ ഒരു പ്രാർത്ഥന. എനിക്ക് ശരിക്കും അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവരുടെ പ്രാർത്ഥനയും ആ സഹകരണവും ആ സ്നേഹവും ഒക്കെ എനിക്ക് മറ്റൊരിടത്തും നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേകത എനിക്ക് അനുഭവപ്പെട്ടു. അപ്പൊ ഞാൻ ഇതിനടുത്താണ് എൻ്റെ കസിന്റെ വീട്. അപ്പൊ ഇവിടെ രാവിലെ 8 മണിക്ക് പ്രാർത്ഥന തുടങ്ങും, 10:30 തീരും. 10:30 ഇറങ്ങി ഒരു 5 മിനിറ്റ് നടന്ന കസിന്റെ വീട്ടിൽ ചെല്ലും. കസിന്റെ വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് ഉണ്ട്, അവിടെ ഒന്ന് വിശ്രമിച്ച് വൈകുന്നേരം 4 മണിക്ക് കത്തോലിക്ക പള്ളിയിൽ പോയി കുർബാനയും കൂടി അവിടുന്ന് ക്യാമ്പിലേക്ക് പോകുന്ന വണ്ടിയെ കയറി ക്യാമ്പിലും പോവാം. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാല് ജോലി ഇല്ലാത്ത വെള്ളിയാഴ്ചകളിൽ ഇതൊരു റൊട്ടൈൻ കാര്യമായിട്ട് തീരുമാനിച്ചു. അപ്പം ജോസ് ബ്രദർ അല്ലെങ്കിൽ മറ്റൊരാള് തീർച്ചയായിട്ടും വാഹനത്തെ വന്ന് പിക്ക് ചെയ്യും. അപ്പൊ ഞാൻ പോയ ആദ്യത്തെ ദിവസം തന്നെ കസിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവരെന്തെങ്കിലും പറയുമോ എന്ന് പേടിച്ച് ഞാൻ പറഞ്ഞു, ഞാനൊരു ഇതിന് പോയതാന്ന് പറഞ്ഞു, ഒരു രസത്തിന് പോയി എന്നേ ഉള്ളൂ. അന്നേരം കസിന്റെ വൈഫ് പറഞ്ഞു, രസത്തിനൊന്നും അല്ല, ഒരു പ്രാവശ്യം പോയതാ, മനു മാറ്റമൊന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, ഞാൻ കത്തോലിക്ക വിശ്വാസത്തിൽ തന്നെയാണ്, അതിന് മാറ്റമൊന്നുമില്ല, എല്ലാ ദൈവവും ഒരുപോലെ തന്നെയാണ്, എല്ലാ കാര്യവും ക്രിസ്തു ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞ് ശരിക്കും ഞാൻ പിന്നെ എല്ലാ വെള്ളിയാഴ്ചകളും തന്നെ പോകുന്നതിനിടയ്ക്ക് ഷിബു ബ്രദർ എന്ന് പറഞ്ഞ കോട്ടയത്തുള്ള ഒരു സഹോദരൻ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വരുമായിരുന്നു. മിക്കവാറും സ്ഥിരമായിട്ട് പുള്ളിയാണ് വരുന്നുണ്ടിരിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഷുഗർ ഒരു പ്രാവശ്യം ഇങ്ങനെ യാദൃശ്യമായിട്ട് സുവിശേഷം എന്നോട് വേണ്ടിയായിരുന്നു പറയുകയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഷുഗറെ, കർത്താവ് ഒന്നേ ഉള്ളൂ, നിങ്ങളുടെ കർത്താവും ഞങ്ങളുടെ കർത്താവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. നിങ്ങൾ പെന്തക്കോസ്ത് വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ കത്തോലിക്ക വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുന്നു.
എന്നതല്ലാതെ അതിന് പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഞാൻ നിങ്ങളോട് വരുന്നുണ്ട്, എനിക്ക് അവിടെ വന്നിരിക്കുന്ന ഒരു അനുഭവമാണ്. ഒരു പ്രാർത്ഥിക്കുമ്പോൾ ചെറിയൊരു അനുഭൂതിയുണ്ട്, ഇല്ലായ്കയൊന്നുമില്ല. അങ്ങനെ ഒരു മാനസിക സന്തോഷം എനിക്ക് ലഭിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ വരുന്നു എന്നേ ഉള്ളൂ. ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൊക്കോണ്ടിരുന്ന വഴിക്കും ഒരു ദിവസം ഞാൻ എന്നെ ഷുഗർ വണ്ടിയെ പിക്ക് ചെയ്തുകൊണ്ട് പോയി തിരിച്ച് എന്നെ റൂമിലേക്ക് കൊണ്ടുവിടുക. അങ്ങനെ റൂമിലേക്ക് വരുന്ന വഴിക്ക് ഈ ഓരോരോ നമ്മളെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ സാത്താന്റെ പ്രലോഭനങ്ങളാണ്. അപ്പൊ ഞാൻ ഷുഗറിനോട് പറഞ്ഞു, ഷുഗർ, എനിക്കൊരു മാനസികമായിട്ട് ഭയങ്കര ഒരു വിഷമം, ഞാൻ നിങ്ങളെ ചീറ്റ് ചെയ്യുന്നു എന്നൊരു തോന്നൽ എന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ഞാൻ ഉള്ളത് തുറന്നു പറയുക, എനിക്ക് പെന്തക്കോസ്തിൽ ചേരാനൊന്നും യാതൊരു പ്ലാനുമില്ല. വെള്ളിയാഴ്ച എനിക്ക് ജോലിയില്ല, നിങ്ങൾ വണ്ടിയും കൊണ്ട് വരുന്നുണ്ട്, ഫ്രീ ആയിട്ട് എനിക്കൊരു പുറത്തോട്ട് പോകാൻ, ഒരു ഔട്ടിങ്, എന്റെ കസിന്റെ വീട്ടിൽ പോകാം, അങ്ങനെ ഒന്ന് കറങ്ങി വരാം. ആ ഒരു കള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളോട് വരുന്നത്. എനിക്കൊരിക്കലും പെന്തക്കോസ്തിൽ കൂടാനോ അങ്ങനെ ഒരു ഉദ്ദേശം എനിക്കില്ല. അത് നിങ്ങളെ ഞാൻ വഞ്ചിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളോട് തുറന്നു പറഞ്ഞെന്ന് പറഞ്ഞു. ഷുഗർ എന്നോട് പറഞ്ഞു, ബ്രദർ പെന്തക്കോസ്തിൽ ചേരുവോ ചേരാതിരിക്കുവോ അതൊന്നും എന്റെ വിഷയമല്ല. എനിക്ക് ഖത്തറിൽ ദൈവം ഒരു നല്ല ജോലി തന്നു, ഒരു വാഹനം ദൈവം എനിക്ക് തന്നു, അത് ദൈവകാര്യ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ആരാധനയ്ക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കൊണ്ടുവരുന്നു. പിന്നെ എനിക്കൊരു ഒറ്റ നിർബന്ധമേ ഉള്ളൂ, 7 മണിക്ക് റെഡിയായി നിൽക്കുമെന്ന് പറഞ്ഞാൽ 7 മണിക്ക് റെഡിയായിട്ട് നിൽക്കാം, നിങ്ങൾ ലേറ്റ് ആക്കരുത് തന്നെ. നിങ്ങൾ 7 മണിക്ക് റെഡിയാകുമ്പം ഞാൻ 6:30-ക്ക് റെഡിയായെങ്കിലേ നിങ്ങളെ പിക്ക് ചെയ്യാൻ എനിക്ക് പറ്റുള്ളൂ. എന്റെ ആരാധന നിങ്ങൾ മുടക്കരുത്. അങ്ങനെ ഒരു നിർബന്ധം മാത്രമേ ഉള്ളൂ. ബ്രദർ കൂടുകയോ കൂടാതിരിക്കുകയോ ബന്ധകോത്ത് ചെയ്യുകയോ പ്രാർത്ഥനയ്ക്ക് വരുമോ വരാതിരിക്കുകയോ ഇതൊന്നും അതിനൊന്നും എനിക്ക് ഒരു രൂപ പോലും പ്രതിഫലവും തരണ്ട. അതുകൊണ്ട് അത് ഓർത്ത് വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ മണ്ണ് ഇറങ്ങാൻ നേരം പറഞ്ഞു, അടുത്ത വെള്ളിയാഴ്ച വരുന്നുണ്ടെങ്കിൽ ഒരു മിസ് കോൾ അടിക്കുക എന്ന് പറഞ്ഞു. അടുത്ത വെള്ളിയാഴ്ചയും ഞാനൊരു മിസ് കോൾ അടിച്ചു. ഷുഗർ വന്നു, എന്നെ വീണ്ടും ആരാധനയ്ക്ക് കൊണ്ടുപോയി. അങ്ങനെ ഞാനിങ്ങനെ ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ദൈവദാസനും ദൈവദാസിയും ശുശ്രൂഷയ്ക്ക് വന്നു. ആ ദൈവദാസനും ദൈവദാസിയും സൗദിയിൽ ജയിൽ ജീവിതമൊക്കെ അനുഭവിച്ചിട്ട് വന്നതാണ്. ആ ദൈവദാസി നേഴ്സാണ്, അല്ലരി ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് അവിടെ വന്നത്. ദൈവദാസന് എയറോഫെയിലിൽ ജോലിക്കാണ് വന്നിരുന്നത്. അപ്പം ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞ് ദൈവദാസിയെ സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായി മനുഷ്യന്റെ മനസ്സിനെ കീഴടക്കുന്ന ഒരു സാക്ഷ്യമാണ്. കാരണം ജയിലിലൊക്കെ കിടന്നതും ആ ജയിൽ അനുഭവങ്ങളും ഒക്കെ കൃത്യമായി വിവരിച്ചു. അപ്പം ശുശ്രൂഷ കഴിഞ്ഞ് ദൈവദാസൻ അങ്ങനെ സീനിയറായ ആൾക്കാരോട് സംസാരിച്ച് നിൽക്കുമ്പോൾ ദൈവദാസൻ ഞങ്ങൾ 3-4 പിള്ളേർ കൂട്ടത്തിൽ, അത് ആത്മീയമായ പിള്ളേരായ ഞങ്ങളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ സംസാരിച്ച വഴിക്ക് പല വിഷയങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, മഹാത്മാഗാന്ധി സ്വർഗത്തിൽ പോവോ നരകത്തിൽ പോവോ? മദർ തെരേസ ജീവിച്ചിരുന്ന വിശുദ്ധിയ എന്നാണ് പറയുന്നത്. മദർ തെരേസ സ്വർഗത്തിൽ പോവോ നരകത്തിൽ പോവോ? അപ്പൊ ദേവദാസിനോട് പറഞ്ഞു, മോനെ, മദർ തെരേസ സ്വർഗത്തിൽ പോവോ മഹാത്മാഗാന്ധി സ്വർഗത്തിൽ പോവോ നരകത്തിൽ പോവോ ഇതൊന്നും നിന്റെ വിഷയമാണ് ആണോ? അതൊക്കെ ദൈവം തീരുമാനിച്ചോളൂ. നിന്റെ വിഷയം എന്താ? നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും. അതിന് ദൈവം ഒരു വചനം എഴുതി ഭൂമിയിൽ നിനക്ക് തന്നിട്ടുണ്ട്. നീ അത് വായിച്ച് മനസ്സിലാക്കുക. അത് വായിക്കാനായിട്ട് നിനക്കറിയാവുന്ന ഭാഷയിൽ അത് എഴുതി തന്നിട്ടുണ്ട്. അത് വായിച്ചാൽ മനസ്സിലാകാനുള്ള ജ്ഞാനവും ബുദ്ധിയും നിനക്ക് തന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അതെടുത്ത് വായിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. അല്ലാണ്ട് മഹാത്മാഗാന്ധി സ്വർഗത്തിൽ പോവുമോ മദർ തെരേസ സ്വർഗത്തിൽ പോവുമോ ഇതൊന്നും നിന്റെ വിഷയങ്ങളല്ല എന്ന് പറഞ്ഞു. ശരിക്കും ഞാൻ 2001 പാസ്റ്റർ മാത്തുക്കൂട്ടി തന്നിരുന്ന ബൈബിള് എൻ്റെ കയ്യിൽ, എൻ്റെ പെട്ടിക്കകത്ത് സൂട്ട് കേസിൽ വളരെ ഭദ്രമായി ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ആരാധനയ്ക്ക് പോകുമ്പം അവിടെ ബൈബിൾ ഇരിപ്പുണ്ട്, അതെടുത്ത് മുമ്പിൽ വെച്ച ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അന്നാണ് ആ ബൈബിൾ ഞാൻ ആദ്യമായി തുറക്കുന്നത്. അങ്ങനെ ആദ്യമായി തുറന്നപ്പം ഞാൻ വായിച്ചത് 112-ാം സങ്കീർത്തനമാണ്, സ്തോത്രം. അപ്പൊ അങ്ങനെ അന്ന് മുതൽ ഞാൻ ആ ബൈബിൾ എടുത്തോണ്ട് എൻ്റെ കയ്യിൽ കൊണ്ടുനടക്കാൻ തുടങ്ങി. ഇന്നും ആ ബൈബിൾ ഞാൻ കൊണ്ടുനടക്കും, സ്തോത്രം, ദൈവത്തിന് മഹത്വം. അപ്പൊ അങ്ങനെ വായിച്ചു. അങ്ങനെ കാലങ്ങൾ മുന്നോട്ട് പോയി. പക്ഷെ അവിടെ ആരും എന്നോട് സ്ഥാനപ്പെടണമെന്നോ അങ്ങനെ ബന്ധുക്കോസ് ചേരണമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു 2008 ഞാൻ വീട്ടിൽ വന്ന് വെക്കേഷന് നാട്ടിൽ വന്ന് മറ്റു ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വെക്കേഷൻ ജോലികളെ സംബന്ധിച്ചുണ്ടായിരുന്നു. അതൊക്കെ ദൈവം അത്ഭുതകരമായി ഓവർകം ചെയ്യാൻ സഹായിച്ചു. അത്ഭുതകരമായി 2008 നാട്ടിൽ വെക്കേഷനൊക്കെ പോയിട്ട് തിരിച്ച് വന്ന സമയത്ത്
ഞാൻ ആരാധനയ്ക്ക് ഈ ജോസ്ഫറിന്റെ ഭവനത്തിൽ കടന്നുപോയി. അന്ന് പിന്നെ ആ ശുശ്രൂഷിക്കാൻ വന്ന ദേവദാസൻ പാസ്റ്റർ സാജു വർഗീസ് എന്ന് പറയുന്ന യാക്കോബയിൽ നിന്ന് അച്ഛനായിരുന്നു. അതുകൊണ്ട് സാജു അച്ഛൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. 93 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു 5 അച്ഛന്മാർ ഒന്നിച്ച് മൂവാറ്റുപുഴ ഭാഗത്ത് യാക്കോബയിൽ നിന്ന് വന്ന മലങ്കര ക്രിസ്ത്യൻ ചർച്ച് എന്ന പേരിൽ ഒരു ബന്ധക്കോസ് കൂട്ടായ്മ രൂപീകരിക്കും. അതിന്റെ ഡയറക്ടർ ആയിരിക്കുന്ന സാജു അച്ഛനാണ് അന്ന് പ്രസംഗിക്കുന്നത്. ഈ സാജു അച്ഛൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് എന്റെ മനസ്സിൽ ഇങ്ങനെ എന്നോട് പറയുന്നുണ്ട്, നിനക്കുള്ള ആളാണ്, നിന്റെ സംശയങ്ങളൊക്കെ ദൂരീകരിച്ചു എന്നൊരു ഉൾവിളി എന്റെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട്. ഞാൻ ആ മീറ്റിംഗ് കഴിഞ്ഞു, സാജുവിനായിട്ട് പരിചയപ്പെട്ടു. സാജുഷൻ മീറ്റിംഗിൽ തന്നെ പറഞ്ഞായിരുന്നു, ഞാൻ 1 മാസത്തെ വിസയ്ക്ക് വന്നതാണ്, എന്റെ വിസ തീർന്നു, ഈ ആഴ്ച ഞാൻ നാട്ടിലേക്ക് കടന്നു പോകും എന്ന് പറഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞ് പോയി. ഞാൻ അവിടുന്ന് കത്തോലിക്ക പള്ളിയില് പിന്നെ കുർബാനയ്ക്കും പോയി. ഇങ്ങനെ പോന്നു. ഈ ജോസ് ബ്രദറോ ഇല്ല അവിടെ വരുന്ന മറ്റു സഹോദരങ്ങളോ ആരും ഞാൻ അവരുടെ മീറ്റിംഗ് കഴിഞ്ഞ് കത്തോലിക്ക പള്ളിയിൽ പോകുന്നതിനോ, ചിലപ്പോൾ കസിനൊക്കെ ലീവിന് നാട്ടിൽ പോയിരിക്കുകയാണെങ്കിൽ അവരുടെ വീട്ടിൽ തന്നെ താമസിച്ചിട്ട് അവർ തന്നെ എന്നെ കത്തോലിക്ക പള്ളിയിൽ കൊണ്ടുപോകും. പോകരുതെന്നോ ഇല്ലെങ്കിൽ അത് തെറ്റാണെന്നോ ഇതിനൊക്കെ കുറിച്ച് ഒന്നും, അല്ലെങ്കിൽ ബന്ധുക്കോസിലേക്ക് വരണമെന്നോ ഒന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. കാരണം ജോസ് പാസ്റ്റർ തന്നെ എന്നെ കത്തോലിക്ക പള്ളിയിൽ കൊണ്ട് പല പ്രാവശ്യം വിട്ടിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നു പറയുന്നത്. അപ്പൊ അങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. പിറ്റേ ആഴ്ചയും കടന്നു വന്നു കഴിഞ്ഞപ്പം അന്നും ഈ സാജുവച്ചൻ തന്നെ ശുശ്രൂഷിക്കുന്നു. സാജുവച്ചൻ പറഞ്ഞ അത്ഭുതകരമായിട്ട് എന്റെ വിസ 1 മാസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു. അതുകൊണ്ട് 1 മാസം കൂടെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. അന്നേരം എന്നോട് പറഞ്ഞു, ഇത് നിനക്ക് വേണ്ടി എക്സ്റ്റെൻഡ് ചെയ്തതാണ്, നീ ഈ അവസരം ഉപയോഗിക്കണം, എന്റെ സംശയങ്ങളുണ്ട് ദൂരീകരിച്ചു എന്നൊരു തോന്നൽ എന്റെ മനസ്സിലുണ്ട്. ഞാനത് കഴിഞ്ഞു കസിന്റെ വീട്ടിൽ പോയി, വൈകുന്നേരം കത്തോലിക്ക പള്ളിയിൽ പോയി. അപ്പൊ സ്ഥാനപ്പെടണം എന്നൊരു ചിന്ത എന്റെ മനസ്സിലേക്ക് കടന്നു വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ കത്തോലിക്ക പള്ളി കുർബാനയ്ക്കകത്ത് പങ്കെടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എന്തുകൊണ്ട് ഇങ്ങനൊരു ചിന്ത എന്റെ മനസ്സിൽ വരുന്നു, എനിക്ക് കൃത്യമായ ഒരു എവിഡൻസ് താ എന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. സ്ഥാനപ്പെടണം എന്നൊരു ചിന്ത എന്റെ മനസ്സിൽ വരുന്നുണ്ടല്ലോ, അതിനൊരു തെളിവ് എനിക്ക് വേണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് പ്രാർത്ഥനയും കഴിഞ്ഞ് പിന്നെ കുർബാനയും കഴിഞ്ഞ് ഈ അവിടുന്ന് ക്യാമ്പിലേക്ക് പോകുന്ന വണ്ടി ഒരാൾ നാട്ടിൽ പോകുന്നതുകൊണ്ട് സൂപ്പർ മാർക്കറ്റിൽ കയറി സാധനമൊക്കെ പർച്ചേസ് ചെയ്ത് ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് റൂമിൽ വന്നത്. 9:30 കഴിച്ചു വന്നപ്പോൾ. വന്ന സമയത്ത് ഞങ്ങളന്ന് സ്വന്തമായി കുക്ക് ചെയ്താണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. അവിടെ പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ചോറ് കൊണ്ടുപോയിട്ട് ഞാൻ വേഗം ചോറൊക്കെ വെച്ച് റെഡിയാക്കി പിന്നെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ കുളിക്കാനൊക്കെ പോകുമ്പം ഈ 2001 മുതൽ ഒരു പെന്തക്കോസ്ത് സഹോദരൻ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് കമ്പനിയിലുണ്ടെന്ന് പറഞ്ഞു. ആ സഹോദരൻ അടുത്ത റൂമിൽ കയറി വാർത്തയൊക്കെ ഉണ്ടെങ്കിൽ ഇറങ്ങുമ്പോൾ ഞാൻ കുളിക്കാൻ പോകുന്നു. എന്താ താമസം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ പള്ളിയിൽ പോയിട്ട് വന്നേ ഉള്ളൂ. അപ്പൊ എന്നോട് പറഞ്ഞു, കുളിച്ചിട്ട് വേഗം പോവാം, നമുക്കൊന്ന് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. പെട്ടെന്ന് പറഞ്ഞു. ഞാൻ കുളിച്ചിട്ട് വരുന്നത് നോക്കി, രാത്രി 10:30 ആയ സമയത്ത് ആ മനുഷ്യൻ റൂമിന്റെ ഭാഗത്ത് നോക്കി നിൽപ്പുണ്ട്. ആ പുള്ളിയുടെ റൂമിലേക്ക് കയറി, പുള്ളിയുടെ സിംഗിൾ ഒരു ലൈറ്റ് ഉണ്ട്, അത് കത്തിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, വലിയ പാട്ട് പാടുകയൊന്നും ചെയ്യരുത്, മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാകരുത്, ചെറുതായിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. നടന്ന് പറഞ്ഞു, പ്രാർത്ഥിച്ചു. ഞാൻ സാക്ഷ്യം പറയുമ്പോൾ എപ്പോഴും പറയും, പുള്ളി ബന്ധക്കോസുകാരനായ കാരണം മനഃപൂർവ്വം വായിച്ചു താന്നിരുന്നോട്ടെ. പക്ഷെ പുള്ളി ബൈബിൾ എടുത്ത് വായിച്ചു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം നിക്കോദെമസിനോട് യേശുക്രിസ്തു പറയുന്നത്, ജലത്താലും ആത്മാവിനാലും നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ സ്വർഗരാജ്യം അവകാശമാക്കില്ല എന്ന് പറയുന്ന വാക്യമാണ് വായിച്ചത്. എന്റെ മനസ്സിലത് ശരിക്കും സ്ട്രൈക്ക് ചെയ്തു. ഞാൻ കർത്താവിനോടൊന്ന് പറഞ്ഞിട്ടിരിക്കുക, എനിക്ക് തെളിവ് വേണം. അപ്പം 2001 മുതൽ 2008 വരെ ഈ 7 വർഷം ഒരു പ്രാർത്ഥനയ്ക്ക് പോലും വിളിക്കാത്ത സഹോദരൻ അന്ന് മാത്രം ഒരു പ്രാർത്ഥനയ്ക്ക് എന്നെ വിളിക്കുകയും യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ ഈ ഭാഗം എടുത്ത് വായിക്കുകയും ചെയ്തപ്പോൾ ഞാൻ ആ വാക്യം ഏറ്റെടുത്തു. പിറ്റേ ദിവസം രാവിലെ ഞാൻ ഷുഗറിനെ വിളിച്ചു പറഞ്ഞു, കോട്ടയത്തുള്ള ഷുഗർ, എനിക്ക് സാഹചര്യത്തിനോട്ടൊന്ന് കാണണം. അന്നേരം ഷുഗർ വെച്ചാൽ എപ്പം ജോലി കഴിയും, 3 മണിയാകുമ്പോൾ കഴിയും. ഷുഗർ അന്ന് ഉച്ച കഴിഞ്ഞ് ലീവ് എടുത്തു എനിക്ക് വേണ്ടി. ലീവ് എടുത്ത് വണ്ടിയും കൊണ്ട് വന്ന് എന്നെ പിക്ക് ചെയ്ത് സാജുവച്ചൻ താമസിക്കുന്നിടത്ത് പോയി സാജുവച്ചനെ പിക്ക് ചെയ്ത് പുള്ളിയുടെ ഒരു കസിനുണ്ട്, പുള്ളിയുടെ ബ്രദറിലൂടെ വീട്ടിൽ, സുശീലൻ ബ്രദറിനാണ് പറയുന്നത്, ബ്രദറിലൂടെ വീട്ടിൽ കൊണ്ടേ ആക്കിയിട്ട് എന്നോട് പറഞ്ഞു അവർ വേറെ റൂമിലേക്ക് പോയി സാജുവച്ചനുമായിട്ട് സംസാരിച്ചോളാം. അപ്പൊ ഞാൻ സാജുവച്ചനോട് സംസാരിക്കാൻ കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും അങ്ങനെ സംസാരിക്കാനില്ല.
അപ്പൊ ഞാൻ സാജിത്തിനോട് വിവരം പറഞ്ഞു, എനിക്ക് ഇന്ന പോലെ ഒരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ട്. അപ്പൊ സാജിത്തൻ പറഞ്ഞു, അത് അങ്ങനെ തോന്നലുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവ് തോന്നിപ്പിക്കുന്നതാണ്, അതിന് കീഴടങ്ങുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചോദിച്ചു, അച്ഛൻ ഈ യാക്കോബയില് ഇത്രയും സൗകര്യങ്ങളുള്ള അച്ഛൻ പട്ടം ഉപേക്ഷിച്ച് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് വരാൻ സാഹചര്യമുണ്ട്? അപ്പൊ അച്ഛൻ പറഞ്ഞു, നിങ്ങളുടെ ധാരണ ഞങ്ങൾ അച്ഛന്മാര് പട്ടത്തിന് പഠിക്കുമ്പോൾ ബൈബിൾ മുഴുവൻ അങ്ങ് പഠിച്ച് ആണ് വരുന്നതെന്നാണ് വിശ്വാസിയുടെ ധാരണ. അങ്ങനെയല്ല, എവിടെയൊക്കെ അത്യാവശ്യമുണ്ടോ അവിടെ മാത്രമേ ഞങ്ങൾ പഠിക്കുന്നുള്ളൂ, ബാക്കിയൊന്നും പഠിക്കുന്നില്ല. ഞാൻ അച്ഛനായതിനു ശേഷമാണ് മറിയം സുവിശേഷം എന്ന് പറഞ്ഞൊരു പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ബൈബിൾ ആഴത്തിൽ പഠിക്കാനിടയായപ്പോഴാണ് ഞങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് ബോധ്യമായത്. ഞാൻ അരമനെ പോയി പിതാവിനോട് പറഞ്ഞു, പിതാവ് ഇന്നൊരു വിഷയമുണ്ടല്ലോ. പിതാവ് പറഞ്ഞു, സാജു, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ പോകുന്നൊരു വഴിയുണ്ട്, ആ വഴിക്ക് അങ്ങ് പോയാൽ മതി, ആവശ്യമുള്ള ചിന്തയൊന്നും വേണ്ടെന്ന് പിതാവ് പറഞ്ഞു. അപ്പം സാജു അച്ഛനെ പറഞ്ഞു, സാജു അച്ഛനുമായിട്ട് ചേരുന്ന ചിന്താഗതിയുള്ള അവർ അഞ്ചച്ഛന്മാർ ഒന്നിച്ച് സഭയ്ക്ക് പുറത്തു വന്ന് ഞങ്ങൾ സ്നാനപ്പെട്ട് അങ്ങനെ ഞങ്ങൾ രൂപീകരിച്ച പെന്തക്കോസ്ത് പ്രസ്ഥാനമാണ് മലങ്കര ക്രിസ്ത്യൻ ചർച്ച് എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം അച്ഛൻ പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുള്ളൂ. ഒന്ന്, ആത്മീയം തലയ്ക്ക് പിടിക്കരുത്. ആത്മീയം തലയ്ക്ക് പിടിച്ചാല് ബ്രദർ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഏകനായ വിശ്വാസത്തിലേക്ക് വരും. വീട്ടിൽ ചെന്ന് ഭാര്യയോടും മക്കളോടും അപ്പനോടും അമ്മയോടും ബഹളം ഉണ്ടാക്കരുത്. പെന്തക്കോസ്ത് ചേർന്നാലേ വരത്തുള്ളൂ എന്ന് പറഞ്ഞ് നിർബന്ധിക്കരുത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം അവരോട് ഇടപെടുന്ന സമയത്ത് അവർ വന്നോളും. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നത് സാജു അച്ഛൻ പറഞ്ഞു. പിന്നെ അച്ഛൻ പറഞ്ഞൊരു കണ്ടീഷൻ ആണെന്ന് വെച്ചാൽ, സാജു അച്ഛനെ നോക്കരുത്. ഇപ്പൊ നിങ്ങളുടെ കൂട്ടായ്മ ലീഡ് ചെയ്യുന്ന ജോസ് ബ്രദറിനെ നോക്കരുത്. ഇവരൊക്കെ നാളെ തെറ്റിപ്പോവും, മാറിപ്പോവാം. കർത്താവിലോട്ട് മാത്രമേ നോക്കാവുള്ളൂ. കർത്താവിന് മാറ്റം വന്നിട്ടില്ലെങ്കിൽ ഈ ഇറങ്ങി തിരിച്ച കാല് പുറകോട്ട് വെക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു നിങ്ങളുടെ ലീഡേഴ്സിനെ വിവരം അറിയിക്കും എന്ന് പറഞ്ഞ് ഞാൻ ജോസ് ബ്രദറിനെ വിളിച്ച് വിവരം പറഞ്ഞു. ജോസ് ബ്രദറൊക്കെ അത്ഭുതപ്പെട്ടു പോയി, ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ഒരു ടപ്പൊന്നൊരു തീരുമാനം, അവരൊന്നും ഉദ്ദേശിച്ചു പോലുമില്ല, ആരും എന്നോട് പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു, സാജു അച്ഛൻ തന്നെ സ്ഥാനപ്പെടുത്തണം. അവര് പിറ്റേ ദിവസം പിറ്റേ വ്യാഴാഴ്ച വൈകിട്ട് സ്ഥാനപ്പെടാനുള്ള സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്തു. അപ്പൊ ഇവിടെ സ്ഥാനപ്പെടുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിലാണ്, ബീച്ചിൽ പോയി കടലിലാണ് സ്ഥാനപ്പെടുക. പ്രത്യേകിച്ച് ഇവരുടെ കൂട്ടായ്മ ഒരു ചെറിയ കൂട്ടായ്മയാണ്, പ്രത്യേകിച്ച് സ്ഥാനങ്ങളൊന്നും ഇവർക്ക് സ്വന്തമായിട്ടില്ലാത്തതുകൊണ്ട് കടലിലാണ് സ്നാനം അറേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങള് കോർണിഷ് ബീച്ചിനടുത്ത് ഒരു തലേദിവസം പോയി സ്ഥലമൊക്കെ കണ്ട് കടലിന്റെ ആഴമൊക്കെ നോക്കി ഇറങ്ങി മറ്റു പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോന്നൊക്കെ നോക്കി പോന്നാണ്. പക്ഷെ ഞങ്ങൾ സ്ഥാനപ്പെടാൻ ചെല്ലുന്ന സമയത്ത് ഒരു മാക്സിമം കാറയിൽ ഒരു അറബി ഈ ബീച്ചിന്റെ സൈഡിൽ കിടപ്പുണ്ട്. അപ്പൊ എല്ലാവരും പറഞ്ഞു, ഇറങ്ങരുത്, CID ആവാൻ വഴിയുണ്ട്, ചിലപ്പോൾ പ്രശ്നമാവും എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിങ്ങനെ ഒരു സന്ദേഹത്തിൽ നിൽക്കുന്ന സമയത്ത് അന്ന് ഈ കൂട്ടായ്മ വരാത്ത ഒരു സഹോദരൻ എന്റെ സ്നാനത്തിന് വേണ്ടി മാത്രം വന്നിട്ടുണ്ട് കൂട്ടത്തിൽ. അപ്പം ആ സഹോദരൻ പറഞ്ഞു, 5 മിനിറ്റ് എനിക്ക്, നിങ്ങളാരും ഇറങ്ങരുത് അത് എന്ന് പറഞ്ഞ് പുള്ളി ഫോൺ ചെയ്ത് വേറൊരു കൂട്ടായ്മയുടെ ഒരു സ്ഥാനക്കുളം ഒരു വില്ലയ്ക്കകത്ത് തപ്പൊന്ന് അറേഞ്ച് ചെയ്ത് അങ്ങനെ 2008 ഓഗസ്റ്റ് മാസം 14-ാം തീയതി രാത്രി 9:30 ഇന്ത്യൻ സമയം 12 മണിക്ക് കർത്താവിന്റെ കൽപ്പന അനുസരിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം ചെയ്തു. സ്തോത്രം, ഹല്ലേലൂയ. പിറ്റേ ദിവസം 15-ാം തീയതി വെള്ളിയാഴ്ച മീറ്റിംഗ് ഉണ്ട്. മീറ്റിങ്ങിന് സാജുത്തം പറഞ്ഞു, ഓഗസ്റ്റ് 14-ാം തീയതി രാത്രി 12 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇന്നലെ സാഹുവറിന് അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഉള്ള സ്വാതന്ത്ര്യം ലഭിച്ചു. പിന്നെ അങ്ങനെ വിശ്വാസത്തോടുകൂടി ആയിരുന്നു. പെട്ടെന്ന് തന്നെ ഖത്തറിലെ എൻ്റെ ജോലി നഷ്ടപ്പെട്ടു. അപ്പം ജോലി നഷ്ടപ്പെട്ട് ഒരു ഓഗസ്റ്റ് മാസത്തിൽ സ്ഥാനപ്പെട്ടു. ഒക്ടോബറിൽ നാട്ടിലേക്ക് പോരേണ്ടി വന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജോസ് ബ്രദറിനൊക്കെ ഭയങ്കര വിഷമായി പോയി. കാരണം സ്ഥാനപ്പെട്ട ഉടൻ തന്നെ അവരുടെ ജോലി പോവുക. അപ്പൊ സ്ഥാനപ്പെടാത്ത ഒത്തിരി പുതിയ ആൾക്കാർ ഇവരുടെ കൂട്ടത്തിൽ മീറ്റിങ്ങിനൊക്കെ വന്നിരിപ്പുണ്ട്. പക്ഷെ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി എന്ന് പറയാൻ പറ്റും. ഞാൻ ജോലി പോയി നാട്ടിൽ വന്നു. അപ്പൊ എൻ്റെ മനസ്സിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു തോന്നലുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
5-6 വർഷത്തെ ഗൾഫ് എക്സ്പീരിയൻസ് ഉണ്ട്. അടുത്തൊരു ജോലിക്ക് പാടില്ല. പക്ഷെ ഞാൻ നാട്ടിൽ വന്ന് 2-3 ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു, ഒന്നും പാസ്സായില്ല. വൈഫിനോട് പറഞ്ഞു ആവശ്യമില്ലാതെ ബന്ധുഗോതലും ചേർന്ന് ഉള്ള ജോലിയും കളഞ്ഞ് എന്ന് പറയാനിടയായി. പക്ഷെ രണ്ടാമതൊരിക്കൽ പോലും ഒന്നും പറയേണ്ട ഒരവസരം ദൈവം ഒരുക്കിയില്ല. തികച്ചും യാദൃശ്ചികമായി ഞാൻ വെൽഡറായിട്ട് ജോലി ചെയ്തെങ്കിൽ ഫിറ്ററായിട്ട് ഞാൻ അബുദാബിയിൽ NBCC-യിൽ ദൈവം എനിക്കൊരു ജോലി ഒരുക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ വളരെ യാദൃച്ഛികമായിട്ട് ഒരുങ്ങുമായത്. കാരണം ഞാൻ ഓരോ ദിവസം ചെല്ലുമ്പോഴും ഇന്റർവ്യൂ ഫെയിലായി പോകുമ്പോൾ എറണാകുളത്ത് കോണ്ടിനെന്റലിന്റെ ഒരു ITC ഉണ്ട്, അവിടെ ഇന്റർവ്യൂവിന് ഞാൻ ഫെയിലായി പുറത്തിറങ്ങി വന്നപ്പം കട്ടപ്പനൊരു വന്നൊരു പയ്യനുമായിട്ട് സംസാരിച്ചപ്പം പയ്യൻ പറഞ്ഞു, ചേട്ടാ ഇവിടെ ഒരു ട്രെയിനിങ് നടത്തുന്നുണ്ട്, അതിനെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇന്റർവ്യൂ പാസ്സാവും. ചേട്ടൻ എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ, ഗ്യാസ് കട്ടിങ് അറിയാം, വെൽഡിങ് അറിയാം, ഗ്രൈൻഡിങ് അറിയാം. അപ്പം ഞാൻ കപ്പയ്ക്ക് വിളിച്ചോണ്ടെന്ന കട്ടപ്പനെ, ഞാനിത് പഠിച്ചിട്ട് ഞാനിപ്പോൾ പാസ്സായി സെലക്ഷൻ ആയിരുന്നു. അപ്പൊ ഞാനും ചേർന്ന് അവിടെ ട്രെയിനിങ്ങിന് ഒരു 5 ദിവസം ട്രെയിനിങ്ങിന് ചേർന്ന് അടുത്ത ഇന്റർവ്യൂവിന് ഞാനും പാസ്സായി. ഞാൻ NBCക്ക് സെലക്ഷനായി. സ്തോത്രം. NBC ചെന്ന് അപ്പൊ എന്റെ മനസ്സിൽ എപ്പോഴും ഒരു ടെൻഷൻ ഉണ്ട്. കാരണം നമ്മൾ ചെയ്തിട്ടില്ലാത്ത പുതിയൊരു ജോലിയിലേക്കാണ് പോകുന്നത്. അതിന്റെ ഒരു വിഷമം നമ്മുടെ മനസ്സിലുണ്ട്. ഞാൻ NBC ചെന്ന് ജോയിൻ ചെയ്തു. ജോലി തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഫസ്റ്റ് ദിവസം തന്നെ എനിക്കൊരു കൂട്ടായ്മ ദൈവം തന്നു. സ്തോത്രം. അവിടെ ഒരാളെ അതായത് റാന്നിയിലുള്ള പ്രിൻസിപ്പാസ്റ്ററുടെ കെയർ ഓഫിൽ 1-2 പേരെ അഡ്രസ്സൊക്കെ വന്നിരുന്നു. അപ്പം അവരുമായിട്ട് പരിചയപ്പെട്ടു. അവർ അന്ന് തന്നെ ഒരു കോട്ടേജ് മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിന് കൂട്ടിക്കൊണ്ട് പോയി. അന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ആദ്യം അവർ പാടിയ പാട്ടാണ് കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നത് എന്തിനു നീ. ഹല്ലേലൂയ. അപ്പം ഒരു വർഷക്കാലം അബുദാബിയിൽ ജോലി ചെയ്തു. കൂട്ടായ്മയ്ക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ എല്ലാ സൗകര്യങ്ങളും ദൈവം അവിടെ ഒരുക്കി തന്നു. അങ്ങനെ ഞാൻ 2009 ഒരു വർഷത്തെ ജോലിക്ക് ശേഷം തിരിച്ചു നാട്ടി വന്ന് അപ്പം ഖത്തറിലോട്ട് പിന്നെ തിരിച്ചു വരണമെങ്കിൽ 2 വർഷത്തെ മാന ഖത്തറിലാണ്. ഒരാൾ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ പല കാര്യങ്ങളൊക്കെ ചെയ്തു. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു. ചെറിയ അല്ലറ പ്രശ്നങ്ങൾ ഫാമിലിയിലൊക്കെ ഉണ്ടായി, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ. അപ്പം വേണമെങ്കിൽ നമ്മുടെ പാർട്ടീഷൻ ചോദിക്കാനുള്ള സാഹചര്യങ്ങൾ ഒക്കെ ഉണ്ടായി. അപ്പൊ അത് ചോദിച്ചാൽ ചിലപ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ടാവാനൊരു സാധ്യത മുമ്പിലുണ്ട് താനും. പിന്നെ പെന്തക്കോസ്തിൽ പോയെന്നും പറഞ്ഞൊരു ചെറിയൊരു വിഷമം വീട്ടുകാർക്ക് ഉണ്ട്. ദൈവത്തിന്റെ കൃപയാല് എന്നോട് ആരും വലിയ എതിർപ്പൊന്നും കാണിച്ചില്ല കേട്ടോ, വൈഫ് പോലും. കാരണം വെച്ചാൽ എനിക്ക് മറ്റുള്ളവരൊക്കെ ഈ ഒറ്റയ്ക്ക് വിശ്വാസിൽ വന്നൊരു അനുഭവിക്കുന്ന വിഷമങ്ങൾ ഒന്നും ഞാൻ അനുഭവിച്ചില്ല. കാരണം ഞാൻ ആരാധനയ്ക്ക് പോകുന്നതിനൊന്നും വൈഫിന് തടസ്സമില്ല. സാബുവിന്റെ വഴി, എനിക്ക് എന്റെ വഴി എന്നുള്ളൊരു മനോഭാവത്തിൽ ഞങ്ങൾ ഒന്നിച്ചിറങ്ങും. വൈഫ് കത്തോലിക്കാപ്പള്ളിയിലേക്ക് പോകും, ഞാൻ പാലായിൽ മലങ്കര ചർച്ചിൽ ആരാധനയ്ക്ക് പോകും. അങ്ങനെയായിരുന്നു കൊണ്ട്. അങ്ങനെ ഇരിക്കെ കുറച്ച് ദിവസം ഇങ്ങനെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ വന്ന് സാമ്പത്തിക പ്രശ്നങ്ങൾ, മറ്റേ ഈ ചെറിയൊരു അസ്വസ്ഥത ഭവനത്തിലൊക്കെ ഉണ്ടായി. പുറത്തൊന്നുമില്ല തോന്നുന്നത്. അപ്പം പല കൂട്ടുകാരും പലതും ഉപദേശിച്ചു. ഇതാണ് സമയം, പ്രശ്നം ഉണ്ടാക്കണം, ഗീതം മരിക്കണം, 2 കലവും വെക്കണം. അങ്ങനെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പള്ളിക്കാരറിഞ്ഞു കഴിഞ്ഞ് ഞാൻ വന്ന് കാര്യങ്ങൾ തീരുമാനിച്ചു തരും എന്നൊക്കെ പറഞ്ഞ് പല ഉപദേശങ്ങൾ പലരും തന്നെങ്കിലും ഞാൻ ദൈവസനിൽ എടുത്തൊരു തീരുമാനം, കർത്താവേ ഞാൻ ദൈവവേദനാണ്. അപ്പം ആവശ്യമില്ലാത്ത സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാടില്ലല്ലോ. ദൈവനാമം ദുഷിക്കാൻ ഇടവരരുത്. അങ്ങനെ പറയാവോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഒരു കണ്ടീഷൻ, എനിക്ക് 2 മാസത്തിനകത്തൊരു ജോലി വേണം. കാരണം ജീവിക്കാൻ ഒരു ജോലി ഇല്ലാതെ പറ്റത്തില്ല. അപ്പം 2 മാസത്തിനകത്ത് ജോലി എനിക്ക് ഒരെണ്ണം ശരിയാക്കി തരണം. നമ്മൾ ദൈവത്തോട് പല കാര്യങ്ങളും പറയുമ്പോൾ നമ്മുടെ ഒരു കണക്കൂട്ടുണ്ട്. കാരണം ഞാൻ ഈ അബുദാബിയിൽ നിന്ന് പോരുമ്പം എമിറേറ്റ്സിൽ എനിക്കൊരു ജോലി ഞങ്ങൾ പോകുന്ന തരത്തിലെ ഒരു സഹോദരൻ ഓഫർ ചെയ്ത് വെച്ചിരിക്കുന്ന. അത് ഒരു പ്ലാന്റ് ഓപ്പൺ ചെയ്താൽ എനിക്ക് ജോലി ഓപ്പൺ ആണ്. എന്റെ CV ഒക്കെ കൊടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുക. അപ്പൊ എന്റെ മനസ്സിലിരിക്കുന്ന പ്ലാൻ കർത്താവേ അതങ്ങ് ശരിയാക്ക് എന്നാണ്. അപ്പം യാദൃശ്യമായിട്ട് ഞാൻ ഈ കർത്താവിന് ഇങ്ങനെ പറഞ്ഞു. ഉടൻ തന്നെ എനിക്കൊരു ചെറിയൊരു ജോലി റാന്നിയില് ഗോൾഡൻ എംബ്രോറിയത്തിൽ ഒരു സെയിൽസ്മാനായിട്ട് ചെറിയൊരു ജോലി റെഡിയാക്കി തന്നു. ഞാൻ ഈ 2 മാസത്തെ കാലാവധി പറഞ്ഞു 56-ാമത്തെ ദിവസം
ഖത്തറിലോട്ട് വരാനുള്ള എനിക്ക് എൻ്റെ കസിൻ മുഖാന്തരം ഖത്തറിലോട്ട് സെലക്ഷനായി. പിന്നെ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വിസയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുത്ത് ഞാൻ വിസ റിജക്ട് ചെയ്യും, കാരണം ബാണ. അപ്പൊ ഞാൻ പറഞ്ഞു ഓഗസ്റ്റിലാണ് സെലക്ഷൻ, ഓഗസ്റ്റ് അവസാനം സെപ്റ്റംബർ ആദ്യം സെലക്ഷനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഒക്ടോബർ കഴിഞ്ഞ് വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യാവുള്ളൂ, ഒക്ടോബർ 26 വരെ എനിക്ക് ബാണാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒക്ടോബർ കഴിഞ്ഞോട്ട് സബ്മിറ്റ് ചെയ്തു. 2010 നവംബറിൽ പിന്നെ ഖത്തറിൽ നിന്ന് ഞാനൊരു വർക്കറായിട്ട് പോയെങ്കിൽ സൂപ്പർവൈസറായിട്ട് ഖത്തറിൽ തിരിച്ചു വന്നു. നമ്മളെ ലജ്ജിപ്പിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. അപ്പം സൂപ്പർവൈസറായിട്ട് ജോലിക്ക് കയറി വന്നു. അപ്പൊ അതിൻ്റെതായ ഒരു ടെൻഷൻ മനസ്സിലുണ്ട്. അപ്പം അന്ന് ഇവിടെ രാഹുൽ എനിക്ക് പരിചയമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വന്നേ അന്ന് തന്നെ ജോസ് പാസ്റ്ററെ വിളിച്ചു. ജോസ് പാസ്റ്റർ പിന്നെ ബന്ധപ്പെട്ട് കഴിഞ്ഞ ആദ്യത്തെ ദിവസം തന്നെ ആരാധനയ്ക്ക് വരാനുള്ള സൗകര്യങ്ങളൊക്കെ അവരൊരുക്കി തന്നു. അന്നും ഞാൻ വന്നപ്പം ചർച്ചിൽ ആദ്യം പാടിയ പാട്ടാണ് കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നത് എന്തിന്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ QP-യിൽ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യണമെങ്കിൽ ഒരു എക്സാം പാസ്സാണ്. അപ്പൊ ആ എക്സാം ഓൺലൈനാണ്. സിസ്റ്റം അറിഞ്ഞിരിക്കണം, കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കണം. എനിക്ക് കമ്പ്യൂട്ടർ അറിയത്തില്ല, ഇംഗ്ലീഷ് അത്യാവശ്യം അറിയാം. അപ്പൊ അതിനെ എല്ലാവരും പറയുന്നത് ഇംഗ്ലീഷ് അറിയാൻ കുഴപ്പമില്ല, കമ്പ്യൂട്ടർ അറിയാൻ കുഴപ്പമില്ല എന്ന് പറയുന്നല്ലാണ്ട് അതിനെക്കുറിച്ച് കാര്യമായിട്ടൊരു കാര്യങ്ങൾ ആരും പറഞ്ഞു തരുന്നില്ല. എനിക്കാണെങ്കിൽ ഇത് അറിയത്തില്ലാത്തതാണ് അതിന്റെ ടെൻഷൻ കൊണ്ട് താനും. അപ്പം 2 പ്രാവശ്യം എൻ്റെ എക്സാം എൻ്റെ മാത്രം, ബാക്കി എൻ്റെ കൂടെ ഉള്ളവരൊക്കെ വരുന്നുണ്ട്, പക്ഷെ എൻ്റെ മാത്രം 2 പ്രാവശ്യം മാറ്റിവെച്ചു. ഈ മാറ്റിവെച്ച് ഞാൻ ദൂക്കാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ക്യാമ്പിൽ താമസിക്കുന്നത്. അപ്പം ദൂക്കാനില് ദാനത്തിന്റെ ക്യാമ്പില് എല്ലാ ദിവസവും ഈ അവിടെയുള്ള സഹോദരന്മാർ ഒന്നിച്ചിരുന്നൊരു വൈകുന്നേരം ഒരു പ്രയറുണ്ട്. അപ്പൊ ഞാൻ ആ പ്രയറിന് പോകും. അപ്പം ഞായറാഴ്ച മാത്രം തമിഴും മലയാളവും കൂടെ ഒന്നിച്ചാ പ്രയർ. ബാക്കി എല്ലാ ദിവസവും തമിഴും മലയാളം സെപ്പറേറ്റ് അവിടെ എന്ന് പറയും. കാരണം 7 മണി മുതൽ 8 മണി വരെ തമിഴും, 8 മണി മുതൽ മലയാളം. 3-4-5 പേര് വന്നിരിക്കും, അത്രേ ഉള്ളൂ. ഒന്നാമത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടെങ്കിലും സൗകര്യങ്ങളുണ്ടെങ്കിലും ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും പോകാൻ മാത്രം ബന്ധുക്ക വിശ്വാസികൾക്ക് പോലും താല്പര്യമില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ അങ്ങനെ 3-4-5 പേര് വരും, ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ ഈ തമിഴും മലയാളവും കൂടെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദിവസം എൻ്റെ കൂടെ ഒരു സഹോദരൻ പറഞ്ഞു, സഹോദരന് എക്സാം ഉണ്ട്, അപ്പൊ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പം പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റപ്പം ഈ 1 മാസക്കാലമായിട്ട് വരാത്ത ആദ്യമായിട്ട് വന്ന ഒരാള് എന്നോട് ചോദിച്ചു, ഈ PTW എന്നാണ് എക്സാമിന്റെ പേര്, ഈ PTW എക്സാമിനെ കുറിച്ചൊക്കെ അറിയാവോ? അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ ബ്രദറെ, ഇംഗ്ലീഷ് എനിക്ക് വലിയ കുറച്ചൊക്കെ അറിയാം, കമ്പ്യൂട്ടർ ഒട്ടും അറിയത്തില്ല. അപ്പം മൗസ് ഇങ്ങനെ ഒന്ന് ഓടിക്കാൻ പോലും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഞാൻ ദോഹയിലുള്ള എൻ്റെ നമ്മുടെ സഹോദരന്മാരോടൊക്കെ പറഞ്ഞപ്പോൾ അവരെല്ലാരും വീട്ടിൽ വിളിച്ചുകൊണ്ടിരുത്തി സിസ്റ്റം ഓണാക്കി പറയും, ഇത് കണ്ട ഗൂഗിളിനകത്ത് ഇങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്ത് മനോരമ നിറയ്ക്കുന്ന മനോരമ വരും, മാതൃഭൂമി നിറയ്ക്കുന്ന മാതൃഭൂമി വരും. ഇതാണ് ഇത്രയേ ഉള്ളൂ, വേറെ കാര്യമൊന്നും. ഇങ്ങനെ ഇത് ഇവിടെ ഓണാക്കിയാൽ മതി, പാസ്വേഡ് അടിച്ചാൽ മതി, ഓണാകും. പക്ഷെ അവർക്കാർക്കും ഈ ഗ്രൂപ്പുമായിട്ട് ബന്ധമില്ലാത്തതാണ് എങ്ങനെയാണ് ഈ എക്സാം എന്ന് അവർക്ക് പറഞ്ഞാൽ അറിഞ്ഞുകൂടാ. കമ്പ്യൂട്ടർ ഓണാക്കിയാണ് ചെയ്യും. അപ്പൊ ഞാൻ പാസ്റ്റർ വീട്ടിൽ ആരാധനയ്ക്ക് പോകാൻ ചെല്ലുമ്പം ഈ കമ്പ്യൂട്ടർ ഓണാക്കി ഈ മൗസ് ഈ ആരോ അങ്ങേറ്റത്ത് ഇങ്ങേറ്റത്ത് കൊണ്ടുവരാൻ ഞാൻ പെടുന്ന പാടുപെടൽ. ഒരു ദിവസം പാസ്റ്ററുടെ മോനോട് ചോദിച്ചു, അങ്കിളെ മൗസ് ഓടിച്ച് കളിക്കുവാണെന്ന് ചോദിച്ചു. കാരണം ഈ കോണിൽ ഇരിക്കുന്ന ആരോ അങ്ങേ കോണിലേക്ക് ഒന്ന് കൊണ്ടുപോകണമെങ്കിൽ ഞാൻ കിടന്ന് വിഷമിച്ചാ കൊണ്ടുപോകണേ. അതാണ് എൻ്റെ എക്സ്പീരിയൻസ്. അപ്പൊ ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, കമ്പ്യൂട്ടർ എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞായറാഴ്ച ആയിരുന്നു പ്രയർ, തിങ്കളാഴ്ച വിളിച്ചില്ല. ചൊവ്വാഴ്ച ആ സഹോദരൻ വിളിച്ചു. ആ സഹോദരന്റെ ക്യാമ്പിലേക്ക് എല്ലാം പറഞ്ഞു. ഞാൻ ക്യാമ്പിൽ ചെന്നു. ഞാൻ ക്യാമ്പിൽ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ആ സഹോദരൻ ഒരു എഞ്ചിനീയറാണ്, സിംഗിൾ റൂമാണ്. ആ സഹോദരന്റെ ലാപ്ടോപ്പ് തുറന്ന് അവര് പുതിയതായിട്ട് ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന ഒരു മോഡൽ എനിക്ക് പുള്ളിയുടെ ലാപ്ടോപ്പ് ട്രെയിനിങ് ആണ്. ബുധനാഴ്ചയും ട്രെയിനിങ് ആണ്. വ്യാഴാഴ്ച ഞാൻ പോയി എക്സാം അറ്റൻഡ് ചെയ്ത് 95% മാർക്കോടെ പാസ്സായി. സ്തോത്രം, ഹല്ലേലൂയ. അപ്പം ദൈവം നടത്തുന്ന വഴികളാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ജോലിയിൽ പ്രവേശിച്ചു. അത് കഴിഞ്ഞ് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ എനിക്ക് ഈ എക്സാം പല സ്ഥലങ്ങളിലുണ്ടായിരുന്നു. എല്ലാ സ്ഥലങ്ങളിലും ഞാൻ ആദ്യത്തെ ചാൻസ് തന്നെ പാസ്സായി. അങ്ങനെ കർത്താവ് അത്ഭുതകരമായിട്ട് ആത്മീയമായും ഭൗതികമായും കർത്താവ് അനുഗ്രഹിച്ച് വഴി നടത്തുന്നു.
ഈ കഴിഞ്ഞ 15 വർഷക്കാലം ഖത്തറിൽ ദോഹ ലിവിംഗ് മർഡർ ചർച്ച് ഓഫ് കൊണ്ടുള്ള ബന്ധത്തിൽ ആരാധനയിലെ കൂട്ടായ്മയിലും ഒക്കെ പങ്കെടുക്കുന്നു. ഞാൻ ദേവാസിന്റെ പേര് ജോസ് ബേബി എന്നാണ്. അദ്ദേഹത്തോടൊപ്പം പിന്നെ ചില സമയങ്ങളിൽ ചെറിയ സഹശുശ്രൂഷകളൊക്കെ ചെയ്ത് ഇവിടെയായിരിക്കുന്നു. തീർച്ചയായും പിന്നെ നിങ്ങൾ എന്നെയും എൻ്റെ കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കണം. അതുപോലെ യോശുവ പറഞ്ഞ പോലെ ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കും എന്ന് പറഞ്ഞതുപോലെ ഒന്നിച്ച് ദൈവസന്നിധിയിലായിത്തീരാനുള്ള അവസരങ്ങളും മുഖാന്തരങ്ങളും ദൈവം ഒരുക്കി തരുന്നതിന് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുന്നു. ദൈവം ഇത്രയും സമയം എൻ്റെ ഒരു ചെറിയ സാക്ഷ്യം അനുഭവവും നിങ്ങളോട് പങ്കുവെക്കാൻ ദൈവം ഒരുക്കിയ നല്ല സമയത്തിന് ഞാൻ ദൈവം നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതുപോലെ അരോമ ടിവിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അതിൻ്റെ ഡയറക്ടറായിരിക്കുന്ന ഇങ്ങനൊരു സാഹചര്യം ഒരുക്കി തന്ന ഡാനിയൽ ജോൺ പാസ്റ്റർക്ക് നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇത്രയും സമയം എന്നെ ശ്രവിച്ച നിങ്ങൾ ഓരോരുത്തരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. താങ്ക് യു പ്രിയ സാബു ബ്രദർ. ദൈവത്തിൻ്റെ മഹാസ്നേഹത്താലും കരുണയാലും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടതുകൊണ്ട് ആരും ഒരു ക്രിസ്ത്യാനിയാകുന്നില്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുന്ന ഒരു വ്യക്തിക്ക് ദൈവപൈതലാകുവാൻ ദൈവം അധികാരം കൊടുത്തിരിക്കുന്നു. നാം ഒരു ദൈവപൈതൽ ആയിത്തീരുക എന്നുള്ളതാണ് ആത്യന്തികമായ ലക്ഷ്യം. ക്രിസ്ത്യാനി എന്ന് പറയുന്നത് കർത്താവായ യേശുവിൻ്റെ വചനം പ്രമാണിച്ച് അനുസരിച്ച് അവൻ്റെ വഴികളിൽ നടക്കുന്ന ശിഷ്യന്മാർക്ക് കൊടുത്തിരിക്കുന്ന പേരാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ ഒരു ലെവലിലേക്ക് വരുവാൻ വേണ്ടി ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രം പോരാ, പകരം കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഒരുക്കിയതായ ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക് നാം ഇറങ്ങിത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അതിന് പ്രിയ സഹോദരൻ്റെ ജീവിതത്തിൽ ദൈവം ഒരുക്കി തന്ന നല്ല അവസരങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിശ്ചയമായിട്ടും ഇത് വ്യക്തിപരമായ ഒരു അനുഭവമാണ്. ഒരുപക്ഷെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ, നാം ആഗ്രഹിക്കുന്നത് പോലെയുള്ള സാഹചര്യങ്ങൾ ഒക്കെ നമുക്കൊരു പക്ഷെങ്കിൽ അനുകൂലമായെന്ന് വരികയില്ല. എന്നാൽ ഏത് പ്രതികൂലങ്ങളുടെ നടുവിലും പ്രത്യാശ കൈവിടാതെ നാം ഉറച്ചു നിൽക്കുവാൻ തയ്യാറാവുമെങ്കിൽ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, അന്ത്യത്തോളം വഴി നടത്തുവാൻ ദൈവശക്തനാണ്. അതുകൊണ്ട് പ്രിയ സൗബ്രദറിനും സൗബ്രദറിൻ്റെ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും ഈ യേശുവിൻ്റെ സ്നേഹം ആഴത്തിൽ അനുഭവിച്ചറിയുവാൻ പിന്നെയും ദൈവം അവസരങ്ങൾ ഒരുക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അരോമ ടിവിയുടെ ഓരോ ശ്രോതാക്കൾക്കും ഈ വാത്സല്യ സഹോദരൻ്റെ ജീവിതാനുഭവങ്ങൾ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം, ദൈവത്തിന് പ്രാർത്ഥനയ്ക്കായി സമയങ്ങളെ വേർതിരിക്കാം. നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അരോമ ടിവിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പ്രിയ സാബ് ബ്രദർ ഒരു വാക്കിൽ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. പ്രാർത്ഥിക്കും. പിതാവേ, കൊടുത്ത കരങ്ങളെ കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, അവിടുത്തെ കൃപയും കണ്ണയും കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. ഇത്രയും സമയം കർത്താവ് അടിയും കർത്താവ് ഒന്നിച്ച് കർത്താവ് സാക്ഷ്യം സഹായിച്ചതിനായി സ്തോത്രം പ്രാർത്ഥിക്കുന്നു. അരോമ ടിവിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. കർത്താവിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിടെ അനുഗ്രഹം പക്ഷേ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവിയ അനേകരെ കർത്താവ് അവിടത്തിലേക്ക് വിശ്വാസം ക്രിസ്തുവിലേക്ക് നേടുവാൻ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അരോമ ടിവിയുടെ എല്ലാ പ്രേക്ഷകരെയും കർത്താവ് ഇവിടുന്ന് അനുഗ്രഹിക്കുമാറാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കർത്താവെ അരോമ ടിവിയുടെ പ്രവർത്തനങ്ങളെ കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സർവ്വമഹത്വം പിതാവിന്. അടിയങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ഞങ്ങളുടെ രക്ഷണ യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു പ്രിയ സാബു സേവിയർ ബ്രദർ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിനുവേണ്ടി അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് പ്രിയ കർത്താവിൻ്റെ ദാസരോട് കുടുംബാംഗങ്ങളുടേതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. സൗഖ്യം, ആരോഗ്യം, ദീർഘായുസ്സും കർത്താവ് തരട്ടെ. കർത്താവിനോട് ഏറെ പ്രയോജനപ്പെടുവാൻ, കർത്താവിൻ്റെ നല്ല സാക്ഷ്യം വഹിക്കുവാൻ പിന്നെയും കർത്താവ് അവസരങ്ങൾ ഒരുക്കട്ടെ. പ്രത്യേകിച്ച് അരോമ ടിവിയുടെ പ്രാർത്ഥന കൂട്ടായ്മയിലൊക്കെ സജീവമായ സാന്നിധ്യം ബ്രദർ അറിയിക്കുന്നുണ്ടല്ലോ. ആമേൻ. പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ, നിങ്ങളുടെയും
ആമേൻ. ജീവിതത്തിലെ ഈ ജീവിതാനുഭവങ്ങൾ അനുഗ്രഹമായി തീർന്നു ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും അവർക്കും ഇതൊരു അനുഗ്രഹമായി തീരും, പ്രചോദനമായി തീരും. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മ എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ച രാത്രി 9 മണി മുതൽ 10 മണി വരെയുള്ള സമയം സൂം പ്ലാറ്റ്ഫോമിൽ നടത്തപ്പെടുന്നു. നിങ്ങളെയും ഞങ്ങൾ ആ കൂട്ടായ്മയിൽ ക്ഷണിക്കുന്നു. ബ്രദറൊക്കെ അതിലെ സജീവ അംഗങ്ങളാണ്. അനേക പ്രിയപ്പെട്ടവരെ കടന്നു വന്ന് അവരുടെ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു വരുന്നത് വലിയ അനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും കേൾവിക്കാരായ ഓരോ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം. aroma.tv.co.in വെബ്സൈറ്റ് നിങ്ങൾ സന്ദർശിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവവും സാക്ഷ്യവുമായി വീണ്ടും കൂടി കാണുവരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com